മഹാനായ എൻ ടി വാസുദേവൻ നായർക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനെതിരായിട്ട്. UDF-ന്റെ കാലത്ത് ഒരു സമരം അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ മുന്നിൽ അനുഭവമാണ്. ആശുപത്രി എന്തായിരുന്നു നിങ്ങളുടെ കാലത്ത്? സർക്കാർ ആശുപത്രിയെ പറയുക, നാട്ടുകാർ ഓർക്കട്ടെ. മറവിയാണല്ലോ പറഞ്ഞത്. ധർമാശുപത്രിയിൽ ഒരു ആശുപത്രിയിലെ രണ്ടോ മൂന്നോ ഹോസ്പിറ്റലുകൾക്കാണ് ഒരു ഡോക്ടർക്ക് ചുമതല. വല്ലപ്പോഴും വരുന്ന അവസ്ഥ ഇതായിരുന്നു. ഡോക്ടർമാരില്ല, മരുന്നില്ല, ഇതായിരുന്നല്ലോ അവസ്ഥ. അത് മാറിയില്ലേ? കേരളത്തിൽ മാറി. അതുകൊണ്ടാണ് 2016 ഞങ്ങൾ പറഞ്ഞത് LDF വരും, എല്ലാം ശരിയാകുമെന്ന്. 2021 ഞങ്ങളോട് ആരും ചോദിച്ചില്ല നിങ്ങൾ വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് ശരിയായില്ലല്ലോ എന്ന് ചോദിച്ചോ? ചോദിക്കാൻ എന്താണ്? നിങ്ങൾ തകർത്തൊരു കേരളത്തെ ഞങ്ങൾ 5 വർഷം കൊണ്ട് മാറ്റിയെടുത്തു. യജ്ഞങ്ങളിലൂടെ മാറ്റിയെടുത്തു, എല്ലാ മേഖലയിലും മാറ്റിയെടുത്തു. തടഞ്ഞു നിർത്തപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ഡീനോട്ടിഫിക്കേഷൻ ഇറക്കി 2015 ഓഫീസും പൂട്ടി താക്കോല് ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്തു പോയതല്ലേ? അവിടെ നിന്നാണല്ലോ ദേശീയപാത വികസനം, ഗെയിൽ, അതുപോലെ തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും മുടങ്ങിപ്പോയ എടമൺ കൊച്ചി പവർ ഹൈവേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കേരളത്തെ, അന്ന് തകർത്ത കേരളത്തെ നേരെയാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ നഷ്ടത്തിലായിരുന്നു. ഏതാണ്ട് 300 കോടി നഷ്ടത്തിലായിരുന്ന ആ കാലത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിൻ്റെ ഇരട്ടിയോളം ലാഭത്തിലേക്ക് വന്നു. പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിൽ വന്നു. എല്ലാ മേഖലയും മെച്ചപ്പെടുത്തി മുന്നോട്ട് വന്നു. അവിടെ നിന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ, ഈ 2 ഗവൺമെൻറ്റുകളും പരിശോധിച്ചാൽ ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു. അതിൽ വികസനം, കരുതൽ, ക്ഷേമം, വികസന പ്രവർത്തനങ്ങൾ, ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ കിഫ്ബിയിലൂടെ 1 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടത്താൻ വേണ്ടി കഴിഞ്ഞു. മാതൃകയായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞു. ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. ഇതല്ലേ ഉണ്ടായ മാറ്റം. അതുപോലെ തന്നെ കരുതൽ, മഹാപ്രളയമൊക്കെ വന്നപ്പോൾ നമ്മുടെ ഈ ചർച്ചകളിലൊക്കെ ഇരുന്ന് പല ബുദ്ധിജീവികളും പറഞ്ഞില്ലേ, ഇനി കേരളം പഴയ നിലയിലാവില്ല. നിശ്ചയമായും സജീഷ്, സർക്കാരിന് ഉറപ്പായിട്ടും വളരെ വിസിബിൾ ആയിട്ടുള്ള വികസന എടുത്തു കാണിക്കാൻ കഴിയും. എന്റെ ചോദ്യം ഇതാണ്, ഞാൻ താങ്കളിലേക്ക് തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയമാകുമ്പോൾ വലിയ ഞാൻ അതിലേക്ക് വരും. 1-2 വാചകം കൂടി പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിലാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഓർമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തി പോകാൻ വേണ്ടി മാത്രമാണ്. അധികം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ പറ്റൂല. നിഷാദിനറിയാം, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ പറയാനുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കരുതലോടെ നിന്നു, കേരളത്തെ പുനരുജ്ജീവിപ്പിച്ചു. അതുപോലെ തന്നെ ക്ഷേമകാര്യങ്ങളിലും അതേ നിലപാട് സ്വീകരിച്ചു. 600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയായും തുടർന്ന് ഇപ്പോൾ ഈ മുന്നേറ്റത്തിലേക്കും 2000-ലേക്കും എത്തുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, എത്ര കൊടുത്തുവെന്ന് നോക്കിയാൽ പോരെ? UDF-ന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി കേരളത്തിൽ ആകെ ചെലവഴിച്ചത് 8833 കോടി രൂപയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം 2016 മുതൽ 2021 വരെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചത് 30,567.9 കോടിയാണ്. ഇപ്പോൾ ഏതാണ്ട് 45,000-50,000 കോടി കടക്കും. ഈ 2000 കൊടുക്കുമ്പോൾ ഇനി ഏതാണ്ട് 1 ലക്ഷം കോടിയിലേക്ക് അതെത്തും. നിങ്ങളുടെ 8,000 കോടി 1 ലക്ഷം കോടി ഒരുപോലെയാണോ? ഈ നാട്ടിലെ സാധാരണക്കാരനല്ലേ കിട്ടിയത്? ഇതെല്ലാം ആളുകളുടെ മുന്നിൽ കണക്കില്ലേ? കണക്ക് വെച്ച് പറയണ്ടേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ഇവിടെ ദൂരത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, വലിയ പന്തല് കെട്ടി ഉമ്മൻചാണ്ടി ഇങ്ങനെ ആളുകളെ പരിശോധിച്ചിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്നതായിരുന്നല്ലോ കേരളത്തിലെ ഉമ്മൻചാണ്ടി UDF-ന്റെ ദുരിതാശ്വാസ നിധി വിതരണം. നേരിട്ടുള്ള ആശ്വാസം കേരളത്തിൽ വിതരണം ചെയ്തത് ഏതാണ്ട് ഒരു 6 മാസത്തെ കണക്കെൻ്റെ കയ്യിലില്ല. 9,000 കോടി രൂപയാണ് മുഖ്യമന്ത്രി നേരിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക്, അതിൽ പരം രൂപയാണ് വിതരണം ചെയ്തത്. നിങ്ങൾ 5 വർഷക്കാലം കൊണ്ട് വിതരണം ചെയ്തത് എത്രയാണ്? ഈ വലിയ മാമാങ്കമൊക്കെ നടത്തിയിട്ട് വിതരണം ചെയ്തത് 808 കോടിയാണ്. ഇതല്ലേ വ്യത്യാസം? ആ വ്യത്യാസം കാണേണ്ടതില്ലേ? പിന്നെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുകയാണ്. ഒറ്റ കാര്യം പറയാനുള്ള, 5 വർഷം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 679 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്, കാരുണ്യം ഉൾപ്പെടെ എല്ലാം പെടുത്തിയാൽ. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഈ ഗവൺമെൻറ് ചെലവഴിച്ചത് 1498 കോടിയാണ്, 1500 കോടി രൂപ. ഇങ്ങനെ 5 വർഷവും ഏതാണ്ട് 1490, 85 എന്നുള്ള നിലയിൽ ചെലവഴിച്ചിട്ടുണ്ട് ഓരോ വർഷവും. അപ്പോൾ നിങ്ങൾ 5 വർഷം ചെലവഴിച്ച സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ ഏതാണ്ട് 2 ഇരട്ടിയിലധികം തുകയാണ് 1 വർഷം കേരളത്തിൽ ഈ ഗവൺമെൻറ് സൗജന്യ ചികിത്സ സാധാരണക്കാരന് നൽകാൻ വേണ്ടി ചെലവഴിക്കുന്നത്. പിന്നെ എന്തായിരുന്നു? എന്നെ പറഞ്ഞാൽ സമയം വൈകുന്നുള്ളതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല ശ്രീ നിഷാദ്. നിങ്ങൾ ഭരിക്കുമ്പോൾ 7 ഡയലക്ട്